ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഹരി ഓം. ശ്രീമദ്ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ 13 അധ്യായങ്ങൾ, 13 ദേവി മഹാത്മ്യത്തിലെ 13 അധ്യായങ്ങൾ പഠിച്ച് സമർപ്പണം ചെയ്തു. 13 കഴിഞ്ഞപ്പോൾ അവിടെ നിർത്തിയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക്, അതായത് 13 അധ്യായം കഴിഞ്ഞ് നമ്മൾ പുസ്തകം മടക്കി വെച്ച് എഴുന്നേറ്റ് പോകാൻ പാടില്ല. 13 അധ്യായങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മൂലമന്ത്രം, ആ മൂലമന്ത്രം 54 ടൈംസ് അല്ലെ, 108 പ്രാവശ്യം, 54 108 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഏത് സംഖ്യയും നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് എത്ര സമയം കിട്ടുമോ അത്രയും സമയം ചൊല്ലുക. അത് 54 പ്രാവശ്യം. അതായത് ആ മൂലമന്ത്രം എന്ന് പറയുന്ന ദേവിയുടെ മന്ത്രങ്ങൾ, അത് എല്ലാവർക്കും കിട്ടില്ല. ദേവി മഹാത്മ്യം പഠിപ്പിക്കുന്ന ആചാര്യന്മാർ പഠിച്ചു കഴിയുമ്പോൾ കൊടുക്കുന്ന അവർക്ക് കിട്ടുന്ന ദീക്ഷയാണ് ഈ മൂലമന്ത്രം. അപ്പോൾ അത് സൂക്ഷിച്ച് ചൊല്ലുക. ആദ്യം ഓം എന്നും ലാസ്റ്റ് നമ എന്നും ചേർക്കണം. കാരണം അത്ര വൈഭവമുള്ള ഒരു മന്ത്രമാണ് അത്. അപ്പോൾ അത് ചൊല്ലുമ്പോൾ അത് തെറ്റാനൊന്നും പാടില്ല. എന്തെങ്കിലും അതിൻ്റെ ആ ശക്തിയെ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു മൂർച്ചയുള്ള ആയുധം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് പ്രിക്കോഷൻ എടുക്കുമോ അതേപോലെ ഓമും നമയും ചേർത്തിട്ട് ഈ മന്ത്രത്തിൻ്റെ ശക്തി കുറയ്ക്കാനാണ് നമ്മൾ പിന്നെ ഓം എന്ന് ചൊല്ലിയിട്ട് നമ എന്ന് ലാസ്റ്റ് ചൊല്ലി ആ മന്ത്രം ചൊല്ലുക. മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി, ഈ 3 ദേവിമാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മൂലമന്ത്രം ജപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിനിയോഗമുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാം. അതിന് ഒരു ചെറിയ ധ്യാനമുണ്ട്, എല്ലാ പുസ്തകത്തിലും ഇല്ല, എങ്കിലും അതും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിദ്യുദ്ധാമ സമപ്രഭ എന്ന് തുടങ്ങുന്ന ധ്യാനം, ആ ധ്യാനവും ചൊല്ലാം. അത് കഴിഞ്ഞ് ഈ മൂലമന്ത്രം 54 പ്രാവശ്യവും ചൊല്ലി നിർത്താം. ഇപ്പോൾ ഒരു 9 പ്രാവശ്യം ഞാൻ ചൊല്ലാം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായൈ വിച്ചേ നമഃ. 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 ഐം, ഓം എന്നത് പ്രണവമന്ത്രം, ഐ എന്നത് ജ്ഞാനം, ഹ്രീം എന്നത് നിത്യ, ക്ലീം എന്നത് മഹാകാളി. പിന്നെ ച, മു, ഉണ്ട, ഐ, വി, ചെ. വിച്ചേ എന്നുള്ളത് വിത്ത് പ്ലസ് ച പ്ലസ് ഈ ആണ്. പിന്നെ എ, അപ്പം നമഃ എന്നും. ഇതാണ് മന്ത്രം. അപ്പോൾ അത് ചൊല്ലുക. അത് കഴിഞ്ഞ് പിന്നെയും നിർത്താൻ പാടില്ല. പിന്നെ നമ്മൾ ചൊല്ലേണ്ടത് ബ്രഹ്മാവ് 1-ാമത്തെ അധ്യായത്തിൽ മഹാകാളിയെ സ്തുതിച്ചിട്ടുണ്ട്. അതായത് മധുകൈടഭന്മാർ ബ്രഹ്മാവിനെ ഉപദ്രവിക്കാനായി ഓടിച്ചപ്പോൾ ബ്രഹ്മാവിന് ആരെയും ഇത് ചെയ്യാനില്ല. നേരെ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി മഹാവിഷ്ണുവിനെ കാണാനായിട്ട്. ഒരു രക്ഷയില്ല, രക്ഷിക്കാൻ പിന്നെ വിഷ്ണു മാത്രമേ ഉള്ളൂ. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ മഹാവിഷ്ണു യോഗനിദ്രയിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഭഗവാനെ ഉണർത്താൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് ആ നിദ്രാദേവിയെ സ്തുതിക്കുന്ന കാളരാത്രി എന്ന് പറഞ്ഞാൽ ആവരണം,
ആ ആവരണത്തെ മാറ്റാൻ വേണ്ടി സ്തുതിക്കുന്ന സ്തുതി, ആ ബ്രഹ്മാവ് സ്തുതിച്ച സ്തുതിയാണ് താന്ത്രികം രാത്രി സൂക്തം. അത് ചൊല്ലുക. അപ്പോൾ അതിൻ്റെ ഇന്ന് ഞാനൊന്ന് അർത്ഥം അങ്ങ് പറഞ്ഞു തരാം. ശ്ലോകങ്ങൾ ഓരോന്ന് ചൊല്ലി വേഗം വേഗം അർത്ഥം പറഞ്ഞു പോകാം. അല്ലാതെ പഠിപ്പിച്ചതാണ്, നല്ലപോലെ പഠിപ്പിച്ച 2 പ്രാവശ്യം പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമായി ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ആദ്യം പഠിപ്പിച്ചതാണ്. ആദ്യം 2 പ്രാവശ്യം കഴിഞ്ഞു, 3ാം പ്രാവശ്യം ഇത്. കാരണം ആദ്യം നമ്മൾ താന്ത്രികൻ രാത്രി സൂക്തം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു. അത് അർത്ഥമൊക്കെ പറഞ്ഞത് പഠിപ്പിച്ചു. അത് കൂടാതെ 1ാം അധ്യായത്തിൽ വീണ്ടും പഠിച്ചു. ഇപ്പം പിന്നെയും നമ്മൾ അതൊന്നും കൂടി വായിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്നിനെയും ഉപമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തേജപ്രഭാവത്തോടു കൂടിയ അല്ലയോ ദേവി. അതായത് ആ മഹാവിഷ്ണുവിനെ ഇത് ചെയ്യാൻ, മഹാവിഷ്ണുവിൻ്റെ യോഗനിദ്രയെ ഉണർത്താൻ വേണ്ടി ദേവിയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, സ്തുതിക്കുന്ന സ്തുതിയാണ്. അപ്പോൾ ഇവിടെ ഇത് ഇതാകുന്നു തോന്നുന്നു. അപ്പം നമുക്കിത് 1ാം ഭാഗമായിട്ടും അടുത്ത 2ാം ഭാഗമായിട്ട് അതിൻ്റെ അർത്ഥം പറയാം.